ഏഷ്യൻ രാജ്യങ്ങളിൽ നയതന്ത്ര പര്യടനം നടത്തുന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജപ്പാനിലെത്തി. ഇന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സാനെ തകായിച്ചിയുമായി കൂടിക്കാഴ്ച നടത്തും. അപെക് ഉച്ചകോടിക്കായി ഉത്തര കൊറിയയിലെത്തുന്ന ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ നേരിൽ കണ്ട് ചർച്ചകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജയിലേക്ക് വരാം. ഡൊണാൾഡ് ട്രംപിന്റെ ഏഷ്യ പര്യടനം തുടരുകയാണ്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജപ്പാനിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സാനെ തകായിച്ചിയുമായി കൂടിക്കാഴ്ച നടത്തും. ശ്രീജ ശ്യാം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജ, ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും ചർച്ചയാകാനുള്ള സാധ്യത? ഗുഡ് മോർണിംഗ് അനുശ്രീ. ഡൊണാൾഡ് ട്രംപിന്റെ ഏഷ്യ സന്ദർശനം തുടരുകയാണ്. മലേഷ്യയിൽ ആസിയാൻ ഉച്ചകോടിക്ക് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ജപ്പാനിലെത്തിയിരിക്കുന്നത്. ജപ്പാന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സനെ തകായിച്ചിയുമായി ട്രംപ് നടത്താനിരിക്കുന്ന കൂടിക്കാഴ്ചയിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സനെ തകായിച്ചി ഒരാഴ്ച മുൻപാണ് ജപ്പാന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അവരും ഈ ട്രംപുമായുള്ള കൂടിക്കാഴ്ച കാത്തിരിക്കുകയാണ് എന്ന് അവരും അടുത്തിടെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട്. ജപ്പാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെയുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടേമിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റായിട്ടുള്ള ആദ്യ കാലയളവിൽ ഏറ്റവും മികച്ച നയതന്ത്ര ബന്ധം ഡൊണാൾഡ് ട്രംപ് പുലർത്തിയിരുന്നത് ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെയുമായിട്ടാണ്. ഷിൻസോ ആബെയുടെ പിൻഗാമിയും ശിഷ്യയും എന്നാണ് സനെ തകായിച്ചി അറിയപ്പെടുന്നത്. ആ ഗ്രൗണ്ടിൽ നിന്നായിരിക്കും ഈ ചർച്ച നടക്കുക. അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മറ്റ് നയതന്ത്ര കാര്യങ്ങളെക്കാൾ കൂടുതൽ ഷിൻസോ ആബെയുടെ പിൻഗാമി എന്ന ലേബലിലായിരിക്കും സനെ തകായിച്ചി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുക എന്നതാണ് ലോക മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ രണ്ടാം ടേമിൽ ട്രംപ് ചുമതലയേറ്റ ശേഷം ലോകരാജ്യങ്ങളുമായി ട്രംപ് മിക്കവാറും രാജ്യങ്ങളുമൊക്കെയായി വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ആ യുദ്ധത്തിൽ മാറി നിൽക്കുന്ന, സുരക്ഷിതമായി നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. ജപ്പാനുമായി തൽക്കാലം ട്രംപിന് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയെ വളരെ കൗതുകത്തോടെ, ഒരു സൗഹൃദ സന്ദർശനം എന്ന നിലയ്ക്ക് വലിയ കൗതുകത്തോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ട്രംപും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ അവരെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഷിൻസോ ആബെയുടെ പിൻഗാമിയാണ് അവർ. ഷിൻസോ ആബെയുമായി എനിക്കുള്ള വ്യക്തിബന്ധം വളരെ പ്രിയപ്പെട്ടതാണ്. ഷിൻസോ ആബെയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ അന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അവരുടെ വലിയ ആഡംബര ഡിന്നറുകളും ഗോൾഫ് കോഴ്സിലെ അവരുടെ ഒന്നിച്ചുള്ള സമയവുമൊക്കെ വലിയ രീതിയിൽ ലോകം കൗതുകത്തോടെ ഉറ്റുനോക്കിയിരുന്നതാണ്. അതിനുശേഷം ഷിൻസോ ആബെയുടെ ശിഷ്യ എന്ന നിലയ്ക്ക് സനെ തകായിച്ചുമായുള്ള കൂടിക്കാഴ്ചയിലേക്കാണ് നോക്കുന്നത്. പക്ഷേ അതിലുമേറെ ലോകമാധ്യമങ്ങളും അല്ലെങ്കിൽ പൊതുവെ ലോകരാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ഇനി വരാനിരിക്കുന്നുണ്ട്. അത് ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങുമായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ചയാണ്. അപെക് ഉച്ചകോടിക്കായി സൗത്ത് കൊറിയയിലെ ബുസാനിലെത്തുന്ന ട്രംപ് ഷീ ജിൻപിങ്ങിനെ നേരിട്ട് കാണും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ഒരു മാസമായി ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 100% താരിഫ് കൂടി, നിലവിലുണ്ടായിരുന്ന താരിഫിന് പുറമെ തങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിൽ 100% താരിഫ് കൂടി ചുമത്തി 150 മുകളിൽ താരിഫ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഈ വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചില ധാരണകളായിട്ടുണ്ട് എന്നതാണ് വരുന്ന സൂചനകൾ. ഉദ്യോഗസ്ഥ തലത്തിൽ അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ചൈന, നമുക്കറിയാവുന്നതുപോലെ ട്രംപ് എത്രയൊക്കെ വിരട്ടിയാലും, ഏതൊക്കെ സാഹചര്യങ്ങളിൽ വിരട്ടിയാലും പിടിച്ചു നിൽക്കുന്ന രാജ്യമാണ് ചൈന. നിലവിലും അങ്ങനെ തന്നെയാണ്. ഈ 155% അല്ലെങ്കിൽ അത്രയും വലിയൊരു താരിഫ് ചുമത്തുമ്പോഴും ട്രംപിന്റെ ഭീഷണിക്ക് മുൻപിലോ വിരട്ടലിന് മുൻപിലോ ചൈന ഒട്ടും വഴങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ചൈന നിൽക്കുന്നതും അവരുടെ ഗ്രൗണ്ടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് എത്തുന്നത്. ഇനി മറ്റൊരു കൗതുകമുള്ളത്, എല്ലാവരും കാത്തിരിക്കുന്നത്, നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉന്നുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് ഒരുങ്ങുമോ, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് ഇവരും നോക്കുന്നുണ്ട്. പക്ഷേ ട്രംപ് അതിന് മറുപടിയായി പറയുന്നത്, അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയാവാം, എനിക്ക് വലിയ മതിപ്പുള്ളൊരു ഒരു നേതാവാണ് അദ്ദേഹത്തിന് കൂടി താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയാകാം എന്നൊരു പ്രസ്താവനയാണ് ഇതിനിടെ പറയുന്നത്. ഇനി ഈ ജപ്പാനിലേക്ക് പോകും മുമ്പുണ്ടായ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ട്രംപിനോട് ഈ വിമാനത്തിൽ വെച്ച്
മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഒരു മൂന്നാം ടേമിന് ട്രംപ് ഒരുങ്ങുന്നുണ്ടോ, അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഒരു മൂന്നാം പദവിക്ക് ഒരുങ്ങുന്നോ, ഒരു മൂന്നാം ടേമിന് ഒരുങ്ങുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരു പക്ഷേ മത്സരിക്കാൻ ഞാനില്ല, പക്ഷേ ഒരു നയതന്ത്ര തലത്തിലോ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തിൽ മൂന്നാമത് ചുമതലയിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഒരു പ്രസിഡന്റ് റേസിലേക്ക് ഇനി ഞാനില്ല എന്നതാണ് ട്രംപ് പറഞ്ഞത്. അങ്ങനെ ഏവരും ഉറ്റുനോക്കുന്നത് ട്രംപിന്റെ ഏഷ്യ സന്ദർശനത്തിലേക്കാണ്. ഇന്ന് ജപ്പാനിലാണ്, അതിനുശേഷം അദ്ദേഹം കൊറിയയിലേക്ക് പോകും. അവിടെയുള്ള കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച ചൈനീസ് പ്രീമിയർ ആയിട്ടുള്ള ഷീ ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത്. അനുശ്രീ. ശരി, ശ്രീജ ശ്യാമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.